ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആണ്, സിൽക്ക് സാരിയാണ്. അപ്പോൾ സിൽക്ക് മേടിക്കാൻ പോകുമ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് സിൽക്കിൻ്റെ ഹോൾമാർക്ക് ഉള്ളത്. നമ്മൾ സ്വർണം മേടിക്കാൻ പോകുമ്പോൾ ഹോൾമാർക്ക് ഉള്ളത് പോലെ തന്നെ സിൽക്ക് മെറ്റീരിയലിന് പ്യുവർ സിൽക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, സിൽക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ. ആ മാർക്കുള്ള മെറ്റീരിയൽ മേടിക്കാൻ നിങ്ങൾ നോക്കുക. ആ മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സിൽക്കാണ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സിൽക്ക് മാർക്ക് ഉള്ള ഒരു സിൽക്ക് സാരിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാൻ മേടിച്ചത് അതൊരു മദ്രാസ് ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ആ മെറ്റീരിയലിൽ ഫുള്ളും എംബ്രോയിഡറി ചെയ്തതാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. ഇതിന് മുമ്പ് ഈ സെയിം ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒരു കസ്റ്റമർ ഓർഡർ തന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ബ്ലൗസ് പീസുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനിങ്ങും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ആ സിൽക്ക് സാരി ഒന്ന് കണ്ടു നോക്കാം. നല്ല പാരറ്റ് ഗ്രീൻ പോലത്തെ ഒരു സാരിയാണ്. അത് പ്യുവർ സിൽക്ക് ആയിട്ടുള്ള സാരിയിൽ നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോൾ തന്നെ സിൽക്ക് സാരി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ടാസിൽസ് അല്ല, ഇതുപോലെ കെട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ കടയിൽ ഞാനിതിപ്പം ഒരു കടയിൽ നിന്ന്, മദ്രാസിലത്തെ ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ആ കടയിൽ മേടിച്ചിട്ട് അവരെ നമ്മൾ കൊറിയർ ചെയ്ത് തരുവാണ് ചെയ്തത്. ഞാനിങ്ങനെ ഇന്ന കളർ വേണം, എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ആ കസ്റ്റമറിന് പറഞ്ഞു ഗ്രീൻ കളർ തന്നെ സാരി വേണം എന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ സാരിയിൽ ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ എംബ്രോയിഡറി ആണ് ചെയ്തത്. ഫുൾ ബോർഡറിലും ഇതുപോലെ എംബ്രോയിഡറി ഉണ്ട്. ഇത് പ്യുവർ സിൽക്ക് സാരിയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. സിൽക്ക് മാർക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. സിൽക്ക് മാർക്ക് എൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. അങ്ങനത്തെ മാർക്കുള്ള സിൽക്ക് ആണെങ്കിൽ അത് പ്യുവർ സിൽക്ക് ആണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സാരിയിൽ ഫുൾ ബോർഡറിൽ ഇതുപോലെ എംബ്രോയിഡറി പോയിരിക്കുകയാണ്. ഡബിൾ ഷെയ്ഡ്, പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്താണ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും നടുക്ക് ഫ്രഞ്ച് നോട്ടും പിന്നെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി സാറ്റിൻ സ്റ്റിച്ചും ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ ഒരു സിൽക്ക് സാരിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം ഡിസൈൻ ഒരു സിൽക്ക് സാരിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ ഒരു കസ്റ്റമറും നമുക്ക് റീക്രിയേഷൻ പറഞ്ഞിരിക്കുന്നത് വേറൊരു കളർ സാരിയിൽ. അപ്പോൾ ഈ സിൽക്ക് സാരിയിൽ ഇതുപോലെ ഫുൾ ബോർഡർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5.5 മീറ്റർ ഇതുപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച്, ഇതുവരെ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഡിസൈൻ വരയ്ക്കുമ്പോൾ. 2 ബോർഡറിലും ഉണ്ട്, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും 2 ബോർഡറിലും ഇതുപോലെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ബ്ലൗസ് പീസ്, ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സാരി വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ അവർക്ക് കസ്റ്റമറിന് ബ്ലൗസ് പീസ് ഈ കളർ വേണ്ട, പിങ്ക് കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഈ സിൽക്കിൻ്റെയൊക്കെ മെറ്റീരിയൽ സെയിം എക്സാക്ട് ഈ കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ സിൽക്കിന് കളർ പറഞ്ഞിട്ട് വേണം, ഡൈ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കൂടുതൽ ഈ റെയർ കളേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ലോട്ടസ് പിങ്ക് കളർ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ആ ഒരു കളർ പ്യുവർ സിൽക്കിൽ എനിക്ക് മെറ്റീരിയൽ കിട്ടിയില്ല. അപ്പോൾ അവർ കസ്റ്റമറിന് പറഞ്ഞു ഏത് മെറ്റീരിയൽ ആയാലും സിൽക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ടെസ സിൽക്കിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബ്ലൗസ് പീസ് ടെസ സിൽക്കിൻ്റെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ കളർ ഗ്രീൻ ഫ്ലവേഴ്സ് സ്ലീവിൽ ഇങ്ങനെ നീളത്തിൽ കൊടുത്തിരിക്കുകയാണ്, 2 സ്ലീവിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രീനും ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ സ്റ്റെം ഗ്രീൻ കൊടുത്താൽ തന്നെ 2 ലീഫും സ്റ്റെമ്മും ഗ്രീൻ ആയാൽ അതൊരു ഭംഗി ആവണത് കൊണ്ട് ഞാനിവിടെ റാണി പിങ്ക് കളറാണ് ലീവ്സും സ്റ്റെംസും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സാരി ബ്ലൗസ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അപ്പോൾ അത് ഫുൾ ബോർഡറിൽ ഇതുപോലെ തന്നെ പൊക്കോണ്ടിരിക്കുക. ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇപ്പുറത്തെ സൈഡിൽ ഇത് നമ്മുടെ തിരിഞ്ഞ് നമ്മുടെ വയറിൻ്റെ അവിടെ കുത്തുന്ന ഭാഗം എത്തുമ്പം ഈ വർക്ക് സ്റ്റോപ്പ് ആകും. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ അകത്ത് വർക്ക് കഴിഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ഈ സെയിം ഡിസൈൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് 16 ഡിസൈനാണ്, ഇതുപോലത്തെ 16 ഡിസൈനാണ് ആ സാരിയിൽ വന്നിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസ് കൂടെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് മുറിച്ചിട്ടില്ല, ബ്ലൗസ് പീസ് മുറിച്ചിട്ടില്ല. ബ്ലൗസ് പീസിലും നമ്മൾ വർക്ക് ചെയ്ത് പോയത് കൊണ്ട് ഇതിൻ്റെ അകത്ത് 17 ഡിസൈൻസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ അത് 17 ഡിസൈൻസും സ്ലീവിലുമാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് 14,000 റുപ്പീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിൽക്ക് സാരിയിൽ ഇതുപോലത്തെ തന്നെ എംബ്രോയിഡറി, ഇത്ര നമ്പർ ഓഫ് എംബ്രോയിഡറി ഡിസൈൻസും അതുപോലെ തന്നെ ഇങ്ങനത്തെ ടെസർ സിൽക്ക് ബ്ലൗസ് പീസൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ റേറ്റ് 14,000 ആയിരിക്കും, ഇങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഈ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സാരി, സെയിം സിൽക്ക് സാരിയുടെ തന്നെ വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ വേണമെന്നുണ്ട്, അതല്ല സിൽക്കിൽ വേണ്ട വേറെ ഏതെങ്കിലും മെറ്റീരിയലിൽ വേണമെങ്കിൽ അതായാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിച്ച വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.